യൂട്രൈൻ ഫൈബർ എംബോളൈസേഷൻ റെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, റെസ്റ്റൊന്നും വേണ്ട. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാലും അവർക്ക് കൺസീവ് ചെയ്യാനും ഡെലിവറി ഒക്കെ പോസിബിൾ ആണോ ഡോക്ടർ? നമ്മുടെ യൂട്രസ് നോർമൽ ആയിട്ടല്ലേ വരുന്നത്. ഫൈബ്രോയിഡ് ഉള്ള യൂട്രസിന് സാധാ യൂട്രസിനെക്കാളും അത് അത്ര പ്രിസർവ് ആകും. യൂഷ്വലി 70% എന്ന് പറയാം. നോർമൽ യൂട്രസിന് 100 ആഴ്ച, ഫൈബ്രോയിഡ് യൂട്രസ് 70% എന്ന് പറയാം. ഫൈബ്രോയിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ 70 കൂടുതലാതെ കുറയില്ല. 80, 90, 100 ആകും. ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ഒരു ന്യൂ കിഡ് ഓൺ ദ ബ്ലോക്ക് അല്ല കേട്ടോ. കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. പക്ഷെ പ്രഗ്നൻസി ഈ പ്രൊസീജിയറിന് ശേഷം സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പ്രൊസീജിയറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈബ്രോയിഡ്സിലോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യൂട്രസിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നു, യൂട്രസിന്റെ അകത്തെ ലൈനിങ് എഫക്റ്റഡ് ആകുന്നു. വളരെ റെയർ ആയിട്ട് ഓവറിയുടെ പ്രവർത്തനവും എഫക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. മിസ്കാരേജിനുള്ള ചാൻസസ് കൂടുതലാണ്. നേരത്തെ ലേബർ പെയിൻ വരാനുള്ള ചാൻസസ്, മറുപിള്ള സംബന്ധിച്ച് പ്ലസന്റ പ്രീവിയ എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടുതൽ, സിസേറിയൻ സെക്ഷൻസിനും കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അതായത് കീഹോൾ സർജറി വഴി ഫൈബ്രോയിഡ്സ് നീക്കം ചെയ്യാന്നുള്ളൊരു സേഫർ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ രണ്ട് പ്രൊസീജിയേഴ്സിനും പുതിയ ഫൈബ്രോയിഡ്സ് വളരുന്നത് തടയാനാകില്ല.